നിങ്ങളുടെ മക്കൾ പഠിച്ചത് മറക്കുന്നുണ്ടോ? എങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. ഇനി മുതൽ നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സമയത്ത് ഓരോ 25 മിനിറ്റ് കഴിയുമ്പോഴും 5 മിനിറ്റ് ബ്രേക്കും ഓരോ 1.5 മണിക്കൂർ കഴിയുമ്പോഴും 15 മിനിറ്റ് ബ്രേക്കും എടുക്കാനായിട്ട് ആവശ്യപ്പെടുക. ഇങ്ങനെ 25 മിനിറ്റ് കൂടുമ്പോൾ 5 മിനിറ്റും 100 മിനിറ്റ് കൂടുമ്പോൾ ഒരു 15 മിനിറ്റ് കൂടി ബ്രേക്ക് എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പഠിച്ചത് ഒരിക്കലും മറന്നു പോകത്തില്ല. അതുകൂടാതെ പരീക്ഷയ്ക്ക് ആ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സുഖമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. പോമോഡോറോ ടെക്നിക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. എന്തായാലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നല്ല മാറ്റങ്ങൾ ഈ വരുന്ന പരീക്ഷയിൽ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാകുന്നതാണ്. ഇന്നു മുതൽ നിങ്ങളുടെ മക്കൾ വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്തിരുന്ന് പഠിക്കാതെ എപ്പോഴും ഇരിക്കുന്ന പൊസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായത് ചേഞ്ച് യുവർ സ്റ്റഡി പ്ലേസ്. അത് റൂമാകാം, റൂമിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ആകാം, അല്ലെങ്കിൽ ഓപ്പൺ ഏരിയ ആകാം. മറ്റേത് സ്ഥലത്താണേലും ഓരോ 1 മണിക്കൂർ കഴിയുമ്പോഴും പഠിക്കുമ്പോൾ ചേഞ്ചിങ് പൊസിഷൻ മാറ്റിക്കഴിഞ്ഞാൽ, ഇരിക്കുന്ന പൊസിഷനും പഠിക്കുന്ന പൊസിഷനും മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുവാനും പിന്നീട് ചോദ്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഓർത്തെടുത്ത് മികച്ച രീതിയിൽ ഈ വരുന്ന പരീക്ഷയെ അഭിമുഖീകരിക്കാനായിട്ട് നിങ്ങളുടെ മക്കൾക്ക് തീർച്ചയായിട്ടും കഴിയുന്നതാണ്. എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അതിൻ്റെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ മക്കൾക്ക് പഠിച്ചത് മറക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇനി പറയുന്നത്. നമ്മളൊരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും അത് മറക്കാതിരിക്കുന്നത് നമ്മളതിനെ ഇമോഷണലി കാണുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾ ഇനി മുതൽ പാഠപുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിനകത്തുള്ള ഓരോ സീൻസും, അത് സങ്കടമാകാം, സന്തോഷമാകാം, എക്സൈറ്റ്മെൻ്റ് ആകാം, എല്ലാം ഇമോഷൻസ് ഉപയോഗിച്ച് അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒറ്റ തവണ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നീട് ഒരുപാട് കാലം ഓർത്തെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ട് ഇമോഷൻസിലൂടെ ഒന്ന് പഠിച്ചെടുക്കാനായിട്ട് നിങ്ങളുടെ മക്കളെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ചില മാറ്റങ്ങൾ തീർച്ചയായിട്ടും കാണും. പഠിക്കുന്ന സമയത്ത് ബോറടിക്കുക എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇനി മുതൽ പഠിക്കുമ്പോൾ ബോറടിക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ചെറിയൊരു ടെക്നിക്കാണ് പരിചയപ്പെടുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാണോ ബോറിംഗ് തോന്നുന്നത് ഉടനെ തന്നെ ക്രോസ് വേർഡ് പസിൽസ് അഥവാ സുഡോക്കുവോ അല്ലെങ്കിൽ ജിക്സോ പസിൽസോ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. സോ ഈ ഗ്യാപ്പുകൾക്കൊക്കെല്ലാം ക്രോസ് വേർഡ് പസിലുകളോ സുഡോക്കോ ഒക്കെ ചെയ്യുമ്പോൾ മൈൻഡ് ഒന്നുകൂടി ഷാർപ്പാവാനും കോൺസെൻട്രേഷൻ വർദ്ധിക്കാനും ഫോക്കസ് ചെയ്യാനും കഴിയുന്നതാണ്. ഇതിലൂടെ ബോറടി വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാ ദിവസവും പഠനം ആരംഭിക്കുന്നതിന് മുൻപ് 5 മിനിറ്റ് ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യേണ്ടതാണ്. ബ്രീത്തിങ് എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യോഗയിലെ ശ്വസന വ്യായാമങ്ങൾ. എല്ലാ ദിവസവും പഠിക്കുന്നതിൻ്റെ ഇടയിലോ പഠിക്കുന്നതിന് മുൻപോ 5 മിനിറ്റ് വീതം എക്സസൈസിന് വേണ്ടി മാറ്റിവെക്കാനായി സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുവാനും ഫോക്കസ് വർദ്ധിപ്പിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ മികച്ച രീതിയിൽ പഠിച്ചിട്ട് പോർഷൻസ് കവർ ചെയ്യാനായിട്ടും കഴിയുന്നതാണ്. എന്തായാലും കുട്ടികളെ കൊണ്ട് ബ്രീത്തിങ് എക്സസൈസ് ഒന്ന് പരിശീലിപ്പിക്കുക. പരീക്ഷാ കാലഘട്ടത്തിൽ എല്ലാ കുട്ടികളും സാധാരണയായിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് ഉറങ്ങാതെ പഠിക്കുക എന്നത്. പക്ഷേ ഉറങ്ങാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ആ സമയത്ത് ഓർമ്മയിൽ വരില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുമ്പോൾ നാവിൻ്റെ തുമ്പത്ത് അഥവാ ടിപ്പ് ഓഫ് ദ ടങ് ഫിനോമിന ഉണ്ടാകുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നന്നായിട്ട് നിങ്ങൾ ഉറങ്ങുക. അതുകൊണ്ട് 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ എപ്പോഴും എല്ലാ ദിവസവും ഉറങ്ങാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പഠിച്ചത് ആവശ്യമുള്ള സമയത്ത് നാവിൻ്റെ തുമ്പത്ത് നിൽക്കാതെ കൃത്യമായിട്ട് നിങ്ങളുടെ പേനയുടെ തുമ്പത്ത് ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ മക്കൾക്ക് ഈ വരുന്ന പരീക്ഷയെ കോൺഫിഡൻസോട് കൂടി നേരിടാനായിട്ട് സഹായിക്കുന്ന ചെറിയൊരു ടെക്നിക്കാണ് ഇനി പറയുന്നത്. എല്ലാ ദിവസവും കുട്ടികൾ ഓരോ ചാപ്റ്ററും പഠിക്കാൻ ആരംഭിക്കുന്ന മുൻപ് തന്നെ ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാമെന്ന് ആദ്യം ഒന്ന് കണ്ടുപിടിക്കണം. സോ വാട്ട് ഐ നോസ് എന്നാണ് ഇതിനെ പറയുന്നത്. അങ്ങനെ ഓരോ ചാപ്റ്ററും കഴിഞ്ഞ 8 മാസത്തെ പരിശീലനം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സ്റ്റാർട്ട് കിട്ടും. ഈ സ്റ്റാർട്ട് കിട്ടുമ്പോൾ തന്നെ പിന്നീട് അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് കോൺഫിഡൻസ് വർദ്ധിക്കുകയും എനിക്ക് എളുപ്പത്തിൽ പഠിച്ചു തീരാമെന്നുള്ളൊരു അത്രയും ധൈര്യത്തോടു കൂടി ഓരോ പോർഷൻസും കവർ ചെയ്ത് ടെൻഷനില്ലാതെ ഈ വരുന്ന പരീക്ഷയെ നേരിടാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കൂ. മിക്കവാറും കൺസൾട്ടേഷൻ വരുന്ന എല്ലാ പേരൻസും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഏത് സമയത്താണ് കുട്ടികളെ കൊണ്ട് നന്നായിട്ട് പഠിപ്പിക്കേണ്ടതെന്ന്. പലപ്പോഴും ഓരോ കുട്ടികൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേണിംഗ് സ്റ്റൈൽ ആയതുകൊണ്ട് ഇന്ന സമയമെന്ന് നല്ലത് ഇല്ല. മികച്ചത് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് കുറവുള്ളതും മൂഡ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്ന സമയങ്ങളാണ് നല്ലത്. സോ പുലർച്ചെയോ രാത്രിയോ ഒക്കെ എല്ലാം ഏറ്റവും നന്നായിട്ട് പഠിക്കാനുള്ള സമയമാണ്.
അതുകൂടാതെ നമ്മളുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 2 മുതൽ 4 വരെയുള്ള സമയങ്ങൾ കഴിവതും നമ്മൾ പഠിക്കുന്നത് ഒഴിവാക്കണം. കാരണം ഈ ഒരു സമയത്ത് നമുക്ക് മൂഡ് കുറവായിരിക്കും, കുറച്ച് ഉറക്കമായി ബന്ധപ്പെട്ട താല്പര്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഉച്ചതിരിഞ്ഞ് 2 മുതൽ 4 വരെയുള്ള സമയങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള സമയങ്ങൾ ചിട്ടയായിട്ട് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മികച്ച വിജയം ഈ വരുന്ന പരീക്ഷയിൽ ഉണ്ടാകുന്നതാണ്. ഏത് സബ്ജക്റ്റാണ് ഏറ്റവും ആദ്യം പഠിച്ചു തുടങ്ങേണ്ടത്? മിക്കവാറും എല്ലാ കുട്ടികൾക്കുള്ള ഒരു കൺഫ്യൂഷനാണത്. മിക്കപ്പോഴും ഞാൻ കണ്ടുവരുന്നൊരു പ്രോബ്ലം, കുട്ടികൾ എളുപ്പത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഇഷ്ടമുള്ള സബ്ജക്റ്റിന് വേണ്ടി കൂടുതൽ സമയം കൊടുക്കുമ്പോൾ ടഫായിട്ടുള്ള സബ്ജക്റ്റിന് തീരെ സമയമില്ലാതെ വരും. മിക്കപ്പോഴും ആ ടഫായിട്ടുള്ള സബ്ജക്റ്റിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഈ വരുന്ന പരീക്ഷയിൽ ഏറ്റവും ടഫായിട്ടുള്ളതും നിങ്ങൾ ഏത് ഏരിയയിലാണോ വീക്കായിട്ട് തോന്നുന്നത് ആ ഏരിയയ്ക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മളുടെ പഠനം ആരംഭിക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ എടുക്കേണ്ടത് നമ്മൾ വീക്കായിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്ക് ടഫായി തോന്നുന്ന സബ്ജക്റ്റുകളാണ്. ഈ പോർഷൻസ് കൃത്യമായിട്ടും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന മാർച്ചിലെ പരീക്ഷയിൽ മികച്ച വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. എക്സാം സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ചെറിയൊരു ബ്രീത്തിങ് എക്സസൈസാണ് ഇനി പറയുന്നത്. എല്ലാ ദിവസവും പഠനം ആരംഭിക്കുന്നതിന് മുൻപ് 5 തവണ വീതം മൂക്കിലൂടെ ശ്വാസം എടുത്ത് വായിലൂടെ വിടുവാനായിട്ട് ശ്രമിക്കണം. വളരെ സാവധാനം മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും എടുത്ത ശ്വാസം വളരെ സാവധാനം തന്നെ വായിലൂടെ പുറത്തേക്ക് കളയുവാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ കളയുന്ന സമയത്ത് നമ്മളൊരു മെഴുകുതിരി ഊതുന്ന പോലെ നമ്മൾ ചുണ്ടുകളിങ്ങനെ ചുരുട്ടിപ്പിടിച്ച് എത്രത്തോളം സാവധാനം ശ്വാസം പുറത്തേക്ക് കളയാൻ സാധിക്കുന്നോ അത്രത്തോളം സാവധാനം കളയാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ 5 ടൈംസ് ചെയ്യുന്നതോട് കൂടി തന്നെ നല്ല രീതിയിൽ മൈൻഡ് കൂളാവാനും മൈൻഡ് കാമാക്കുവാനും മൈൻഡ് സെറ്റ് പ്രോപ്പറായിട്ടുള്ള റൈറ്റ് ട്രാക്കിലേക്ക് ആക്കിയിട്ട് ആ പഠനത്തിൻ്റെ ട്രാക്കിലൂടെ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോയിട്ട് സുഖമായിട്ട് അന്നത്തെ ഡേ കംപ്ലീറ്റ് ആയിട്ട് ടാർഗറ്റ് ഫില്ല് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സോ ഈ സിമ്പിളായിട്ടൊരു ബ്രീത്തിങ് എക്സസൈസ് ദിവസവും കുട്ടികളെ കൊണ്ട് ചെയ്യിച്ച് മികച്ച വിജയം അവർക്ക് നേടിക്കൊടുക്കുവാൻ പാരൻസ് ശ്രമിക്കുക. താങ്ക് യു.